ചൈനയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നാണ് പറയുന്നത്. മൃതദേഹങ്ങളൊക്കെ നട റോഡിൽ, ശ്മശാനങ്ങൾ നിറഞ്ഞു കവിയുന്നു, ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുന്നു. അടുത്ത ഒരു മാരക വൈറസിനെ ചൈന പുറത്തുവിട്ടിരിക്കുന്നു. ലോകമാകമാനം ഇത് വ്യാപിക്കുമോ? കൊറോണ വന്ന് കുറേ ആളുകൾ മരിച്ചതുപോലെ ഇതും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഈ ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വൈറസ്, അതായത് HMPV എന്നാണ് പറയുന്നത്. ഈ HMPV വൈറസ് വ്യാപകമാകുന്നു ചൈനയിൽ നിന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ്, അതുപോലെ തന്നെ നിരവധി പേർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി പേർ മരിച്ച കാര്യങ്ങളൊക്കെ ചൈന ഏതാണ്ട് ഒളിച്ചു വെക്കുകയാണ്. നമുക്ക് ചൈനയുടെ ഒരു സ്ഥിതി അറിയാലോ, ഒരു ഏകാധിപത്യ രാജ്യമാണ്. അവൾ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും മാധ്യമങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചൈനീസ് മാധ്യമങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ലോകത്തെ മറ്റു മാധ്യമങ്ങൾ അറിയണമെങ്കിൽ ഏറെ വൈകും. അപ്പോൾ ഇത്രയും വൈകി ഈ കാര്യങ്ങൾ പുറത്തറിയണമെങ്കിൽ കുറച്ച് കാലമായി ചൈന എന്തോ വലിയ ഒരു പകർച്ചവ്യാധിയുടെ പിടിയിലാണെന്ന് പറയാം. നമുക്കറിയാം 5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് എന്ന് പറയുന്ന ഈ വൈറസിൻ്റെ ഉത്ഭവം ഈ പറയുന്ന ചൈനയിലായിരുന്നു. അപ്പം ആ ചൈനയിലെ പല മേഖലകളിലും കോവിഡ് വ്യാപിച്ചപ്പോഴും അവർ ഈ വിവരം പുറത്തുവിട്ടില്ല. പിന്നീട് പതുക്കെ ഈ ചൈനയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ രോഗമാണ് ഇതെന്നും ഇതൊരു വൈറസ് ആണെന്നും ഒക്കെ തിരിച്ചറിയുന്നത്. ഏതാണ്ട് സമാനമായ ഒരു സ്ഥിതി ചൈനയിൽ വീണ്ടും ഉണ്ടാകുന്നു. അവിടെ ആശങ്കാജനകമാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ അവിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വളരെ ഗൗരവമുള്ളതാണ്. ചൈന പോലെ ലോകത്ത് വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ആ പകർച്ചവ്യാധി അത്രത്തോളം വ്യാപകമായി പടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല പല ആളുകൾക്കും പല രീതിയിലാണ് രോഗലക്ഷണങ്ങൾ. അപ്പോൾ HMPV എന്ന് പറയുന്ന ഒരു വൈറസ് ആയിരിക്കില്ല, അതിൻ്റെ പല വകഭേദങ്ങളുണ്ടാകും. ചിലർക്ക് ശ്വാസകോശത്തിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മറ്റ് ചിലർക്ക് ഈ പറയുന്ന അതായത് നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് പോലെ ഉള്ള എന്തോ പ്രശ്നങ്ങൾ. അത് പ്രായമായവർക്കുമുണ്ട്, ചെറുപ്പക്കാർക്കുണ്ട്. അപ്പോൾ പ്രായവ്യത്യാസമില്ലാതെ മുഴുവൻ പേർക്കും വരുന്നു. 2001 ഈ HMPV വൈറസിനെ കണ്ടെത്തിയതായിരുന്നു. അന്ന് അതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനമൊന്നും നടത്തിയില്ല. സ്വാഭാവികമായി എന്തോ വൈറസ് വന്നു എന്നൊക്കെയാണ് കരുതിയത്. എന്നാൽ അതിതീവ്രമായ കേസുകൾ വന്നപ്പോഴാണ് ഇത് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലെയുള്ള സങ്കീർണമായ രോഗങ്ങളിലേക്ക് വഴിമാറുന്നു എന്ന് മനസ്സിലാക്കിയത്. അപ്പം ഈ HMPV എന്ന് പറയുന്നത് അപകടകരമായ ഒരു വൈറസ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരിക്കൽ കോവിഡ് വന്ന് ചൈനയെ മുഴുവൻ അത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയാം. അവരുടെ തൊഴിലിടങ്ങളെ ബുദ്ധിമുട്ടിലാക്കി, സാമ്പത്തിക നിലയെ തകരാറിലാക്കി. അതുപോലെ തന്നെ ഇനിയും ഒരു അവസ്ഥ വരുമോ എന്ന് ചൈനയും പേടിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്? ചൈന എന്താ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഈ വൈറസുകളെയൊക്കെ തുറന്നു വിട്ടുകൊണ്ട് ചൈന മനഃപൂർവ്വം ചെയ്യുന്നതാണോ, അതോ ഇത്തരത്തിൽ ഇപ്പൊ നേരത്തെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല സംശയങ്ങളും ചൈനയുടെ വൈറോളജി ലാബിൽ നിന്നാണ് അത് പുറത്തു വന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് WHO അന്വേഷണത്തിൽ വീണ്ടും അത് തെളിഞ്ഞിരിക്കുന്നു, ചൈനയിൽ നിന്ന് തന്നെയാണ് കോവിഡിന്റെ ഉത്ഭവം എന്നുള്ളത്. അപ്പോൾ ചൈന ഇടയ്ക്ക് ഈ ജൈവ വൈറസുകൾ, അങ്ങനെയല്ലേ ഇതിനെ ജൈവ ആയുധങ്ങൾ അല്ലെങ്കിൽ ജൈവ വൈറസുകൾ, ഇതിനെ തുറന്നു വിട്ടുകൊണ്ട് ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ ഞങ്ങൾ മാത്രം മതി, മറ്റ് രാജ്യങ്ങളൊന്നും വേണ്ട, ബാക്കി ഉള്ളവരെല്ലാം വലിയൊരു വൈറസ് വ്യാപനത്തിലൂടെ സാമ്പത്തിക മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും ജനങ്ങളെ കൊല്ലാനുള്ള ചൈനയുടെ കുതന്ത്രമായ നീക്കമാണ് ഇത്. കാരണം കൊറോണ വന്ന സമയത്തും പല ആളുകളും മരണപ്പെട്ടിട്ട് പോലും ചൈന പലതും മറച്ചു വെച്ചു. ആ സമയത്തും പലതും പുറത്തു വന്നിട്ടില്ല. പിന്നെ ഇന്ത്യയുടെ ഒരു ആരോഗ്യ മേഖല അത്രയും മുന്നിൽ നിന്നതുകൊണ്ടും അത്രയും ശക്തമായി പൊരുതിയത് കൊണ്ടും നമ്മൾ അതിനെ പിടിച്ചു നിന്നു എന്നുള്ളത് മാത്രമാണ്. കുറേ മരണങ്ങൾ സംഭവിച്ചുവെങ്കിലും വലിയ വ്യാപകമായി വലിയ മരണസംഖ്യയെന്നും ഉയർന്ന വലിയ രീതിയിലേക്ക് പോകാൻ അതിന് സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു വലിയ ഗുണം കൊണ്ട് തന്നെയാണ്. എന്താണ് ചൈന ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഒരു നീക്കങ്ങൾ നടത്തുന്നത്? ഇപ്പം പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന കോവിഡ് പോലെ തന്നെയാണ് ഇതും. അതായത് ഈ സ്രവങ്ങൾ ചുമ വഴിയോ തുമ്മൽ വഴിയോ മറ്റൊരാളിലേക്ക് പതിച്ചാൽ അത് രോഗം പടരാനിടയാക്കും. മാത്രമല്ല സ്പർശനത്തിലൂടെ അല്ലെങ്കിൽ കണ്ണിൽ നിന്നൊക്കെ മറ്റുന്ന സ്രവങ്ങളിലൂടെ ഈ പരസ്പരം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അടുത്ത സമ്പർക്കം, മലിനമായ പ്രദേശങ്ങളിൽ സ്പർശിച്ച ശേഷം വീണ്ടും മറ്റൊരാളെ സ്പർശിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ രോഗം പടരും. ഇത് തന്നെയായിരുന്നു കോവിഡിൻ്റെ ലക്ഷണവും. അപ്പോൾ കോവിഡിൻ്റെ ലക്ഷണം അതായത് തന്നെ പറഞ്ഞതുപോലെ ജൈവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ ചൈന ചെയ്തപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ പുറത്തേക്ക് പോയെന്നും അത് പിന്നെ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് ആയിട്ട് പുറത്തേക്ക് വന്ന് ജനങ്ങളിലേക്ക് എത്തുകയുമായിരുന്നു. അപ്പോൾ അങ്ങനെ വൈറസ് പുറത്തേക്ക് വരുമ്പോഴും ചൈന അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം ചൈനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ സുരക്ഷിതമായിട്ടിരിക്കുന്നു, അതിൻ്റെ ഔദ്യോഗിക തലത്തിലുള്ളവരൊക്കെ സുരക്ഷിതമായിരിക്കുന്നു. സാധാരണക്കാരായ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഈ അസുഖം വരുന്നത്. അവർ വന്നങ്ങ് ചത്തോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ചൈന മനഃപൂർവ്വമാണ് ഈ COVID-19 ബാക്ടീരിയ വൈറസിനെ തുറന്നു വിട്ടതെന്നൊക്കെ അന്ന് ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സ്ഥിരീകരണമൊന്നും ഉണ്ടായില്ല.
എന്തായാലും ചൈന എന്ന് പറയുന്ന ഇരുമ്പ് മറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എത്ര കാലമായി ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇനി പുറത്തു വരേണ്ടത്. അങ്ങനെ ഒളിപ്പിച്ച് വെച്ചതല്ലെങ്കിൽ ചൈന മനഃപൂർവ്വം തന്നെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി, മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക നിലയെ തകർക്കാൻ വേണ്ടി ഒരു ലക്ഷ്യം മുന്നോട്ട് വെക്കുകയാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഇവിടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് അധികാരത്തിലേക്ക് വരുന്നു. അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ചൈനയ്ക്കാണ്. കാരണം ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ് ഉൾപ്പെടെയുള്ളവരുമായിട്ടും ഈ ട്രംപിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ നയതന്ത്രവും അമേരിക്കയുടെ നയതന്ത്രവും വ്യത്യസ്തമാണ്. അപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയ്ക്കെതിരായി നിലപാടെടുത്തേക്കും. എങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു പണി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ചൈന ഒരു പ്രവർത്തനം ചെയ്തതാണെങ്കിലോ ആളുകൾ അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. എന്തായാലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന വൈറസാണ് HMPV എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം നിരവധി മരണങ്ങൾ ചൈനയിലുണ്ടായി. ഈ മരണങ്ങൾ മുഴുവൻ HMPV വൈറസ് ബാധിച്ചാണെന്ന് അവർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ചൈനയിൽ ഉൾപ്പെടെ വലിയൊരു ഭീതി പരക്കും. കാരണം COVID-19 ബാധിച്ചപ്പോൾ ഇത് നമുക്ക് സീറോ കോവിഡ് ആണെന്നുള്ള ഒരു പ്രഖ്യാപനം ചൈന നടത്തി. എന്നിട്ട് പറഞ്ഞു മുഴുവൻ ജനങ്ങളുടെ അടുത്തും ജോലി ചെയ്യാൻ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ആപ്പിൾ ഫോണിൻ്റെ നിർമ്മാണ കമ്പനിയിലേക്ക് 10,000 ആളുകൾക്ക് ഒരേ സമയം കോവിഡ് വന്നത്. കുറേ പേര് മരിച്ചു പോകുന്നു, കുറേ പേർക്ക് വലിയ രോഗങ്ങളാകുന്നു. ഇവിടെയും ഈ ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങളിലേക്ക് കാര്യങ്ങൾ തിരിയുന്നു. മാത്രമല്ല ജലദോഷം അല്ലെങ്കിൽ തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിലൂടെ ഈ സ്രവങ്ങൾ പുറത്തേക്ക് വന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരും. എന്ന് പറഞ്ഞാൽ നേരത്തെ കോവിഡിന് എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം തന്നെ ഇവിടെ സംഭവിക്കും. അപ്പോൾ ചൈന പ്ലാൻഡായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തതിലൂടെയാണ് ഈ വൈറസുകൾ പുറത്തേക്ക് വന്നത്. ഇനി അതിനെ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ചൈനയുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലെ ആൾക്കാർ ബിസിനസ്സിന് ഉൾപ്പെടെ അവിടേക്ക് ചെല്ലും. അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അവരുടെ സ്പർശനത്തിലൂടെയോ ഒക്കെ ഈ വൈറസ് വരാം. നമുക്കറിയാം COVID-19 ബാധിച്ചപ്പോൾ ആദ്യം പകർന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. കാരണം കേരളത്തിലുള്ള ഒരു പെൺകുട്ടി അന്ന് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ആ പെൺകുട്ടിക്ക് ഇങ്ങനെ രോഗലക്ഷണമൊക്കെ ഉണ്ടായി. തുടർച്ചയായി തുമ്മൽ, ചുമ, എന്താണ് ഈ രോഗമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം പറയും എന്തോ ഒരു വൈറസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ലോകം തന്നെ തിരിച്ചറിയുന്നത് ഇതൊരു കോവിഡ് ആണെന്നുള്ള എൻ്റെ സൂചന. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ HMPV എന്ന് പറയുന്ന വൈറസ് പുറത്തേക്ക് വന്നപ്പോൾ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇനി ചൈന വേണം ഇത് ഔദ്യോഗികമായിട്ട് പറയാൻ. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ചൈന പറയുമെന്ന്? ഇല്ല, ചൈന കൊറോണ വന്നപ്പോൾ പോലും മിണ്ടാതിരുന്ന ചൈന തങ്ങളുടെ ജനങ്ങൾ ചത്താലും കുഴപ്പമില്ല, പക്ഷേ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകരണം, മറ്റു രാജ്യങ്ങൾ ജീവിത സാഹചര്യങ്ങളുമായി പൊരുതി ബുദ്ധിമുട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ചൈന, ആ ചൈനയിൽ നിന്ന് ഇത്തരം HMV പോലുള്ള ഒരു വൈറസ് വ്യാപനം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ സിരിജി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര നാളുകൊണ്ട് ഈ വൈറസ് അവിടെ ഉണ്ടാകും? ഇപ്പോൾ ചൈനയുടെ മാധ്യമങ്ങൾക്ക് പോലും അതിൻ്റെ ഉള്ളറകളിൽ ചെന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് വൈറോളജി ലാബിൽ നിന്നാണ് ഇത് വന്നതെന്ന് കണ്ടെത്തിയ ഒരു മാധ്യമപ്രവർത്തകയെ കുറിച്ച് പിന്നീട് ഒരു വിവരവും ഇല്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക്. അപ്പോൾ അതാണ് ചൈനയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കണ്ടു തന്നെ അറിയണം ഈ വൈറസ് എത്ര ആളുകളുടെ, ലോകത്തെ എത്ര ആളുകളുടെ ജീവൻ എടുക്കാനാണ് പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഭീതിയുടെ നാളുകൾ തന്നെയാണ്. ചൈന എന്താണ് ലോകത്തോട് കാണിക്കാൻ പോകുന്ന അതിക്രൂരത എന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ അണുബാധയുടെ തീവ്രത അനുസരിച്ച് ഈ രോഗം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര നാൾ കൊണ്ട് ഈ രോഗം ഭേദമാകുമെന്നോ എത്ര പേർക്ക് ഏത് രീതിയിൽ രോഗത്തെ ബാധിക്കുമെന്നോ വ്യക്തമാകുന്നില്ല. ഇവിടെ ആകെ അറിയാവുന്നൊരു കാര്യം, ന്യൂമോണിയ ഉൾപ്പെടെയുള്ള തീവ്രമായ ഒരു സ്ഥിതിയിലേക്ക് ആളുകളെ മാറ്റാൻ ഈ വൈറസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ വൈറസിൻ്റെ വകഭേദങ്ങൾ പലതരത്തിലാണ്, പല രീതിയിലാണ് ആളുകളെ ബാധിക്കുന്നത്. ചെറിയ കുട്ടികളെ ബാധിക്കുന്നുണ്ട്, പ്രായമായവരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അടിയന്തരമായ ഒരു നിയന്ത്രണം വരുത്താൻ ചൈനീസ് ആരോഗ്യ മേഖല തയ്യാറായില്ലെങ്കിൽ ലോകം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും HMPV എന്ന് പറയുന്നത് അപകടകരമായ ഒരു വൈറസ് ആണെന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു അല്ലേ?